ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഈ സ്കിൻ കെയർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടാറുണ്ടായിരുന്നു. ഐ എം എ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ എനിക്ക് അറിയുന്ന കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയത്. ആ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാം, അതായത് നിങ്ങൾക്കും പകർന്നു തരാം എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു മേക്കപ്പ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് എല്ലാവരും ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് കുറേ കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാവും. അതായത് ഒരാൾ ലിപ്സ്റ്റിക് ഷെയ്ഡ് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങുന്നവരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവരത് ഇടുന്ന സമയത്ത് അവർക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ, പക്ഷെ എനിക്ക് ഇട്ടിട്ട് ആ ഒരു ഭംഗി കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു തോന്നലുള്ള ആളുകളൊക്കെ ഒരുപാടുണ്ട്. അതിനുള്ള കാരണം പലർക്കും അറിയില്ല. കാരണം എന്താ വെച്ചാൽ, ചില ആളുകളുടെ ലിപ്പ് ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിരിക്കും. അതായത് നമ്മൾ വെയിലടിക്കുന്ന സമയത്ത് നമ്മളെ ഫേസിന് മാത്രമല്ല ടാൻ അടിക്കുക, നമ്മളെ ലിപ്പിനും ടാൻ അടിക്കും. അപ്പോൾ ഈ ടാന് നമ്മൾ ഫേസിന് കെയർ ചെയ്യും, ടാന് റിമൂവ് ചെയ്യും. പക്ഷെ ലിപ്പിന് നമ്മൾ അങ്ങനെ കെയർ ചെയ്യാറില്ല, മിക്ക ആളുകളും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ അവരുടെ ലിപ്പ് എപ്പോഴും ഇങ്ങനെ ടാൻ അടിച്ച്, അതേമാതിരി എപ്പോഴും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആളുകൾക്കും ഭയങ്കര ടാൻ ആയിരിക്കും. അപ്പോൾ അത് കാരണം നമ്മൾ ചില ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഇട്ടാൽ, അത് ലൈറ്റ് കളർ, ഡാർക്കിന് അത്ര പ്രശ്നം വരില്ല. ലൈറ്റ് കളർ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലിപ്പ് ഉള്ളിൽ ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതുകൊണ്ട് നമ്മളിട്ട ഒറിജിനൽ കളർ നമുക്ക് ലിപ്പിൽ കാണില്ല. അതിൻ്റെ ഇടയിൽ കൂടി ഒരു വേറെ കളറും കൂടി വന്നിട്ട് ആ ഒരു ഒറിജിനൽ ലിപ്സ്റ്റിക് ഷെയ്ഡിൻ്റെ കളറാവില്ല നമുക്ക് കാണാം. അപ്പോൾ അതിനൊരു പരിഹാരം ആണ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ആ ഒരു ട്രിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറണം. അത് നമുക്ക് പെട്ടെന്ന് എന്തായാലും സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കൺസീലർ, അതായത് നമ്മൾ സ്കിൻ ടോണിൻ്റെ ഒരു കളറുള്ള ഒരു കൺസീലർ അല്ലെങ്കിൽ കൺസീലർ, കുറച്ച് കട്ടിയുള്ള സാധനം കൺസീലർ, അത് നമ്മൾ ആദ്യം ലിപ്പിലൊന്ന് അപ്ലൈ ചെയ്യണം. കാണിക്കാം. ജസ്റ്റ് എടുത്തിട്ട് ഇതാ ലിപ്പിലിങ്ങനെ നമ്മൾ ഫൗണ്ടേഷൻ ഫേസിലിടുന്ന പോലെ ലിപ്പ് എന്ത് ചെയ്യണം, പിഗ്മെൻറ്റേഷൻ കളറ് ഒന്ന് മാറ്റിയെടുക്കാം. അപ്പം എൻ്റെ ലിപ്പ് കണ്ടില്ലേ. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഏത് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഇട്ടാലും ആ ലിപ് ഷെയ്ഡിൻ്റെ അതേ കളറായിരിക്കും നമ്മുടെ ലിപ്പ് ഉണ്ടാവുക. ഓക്കെ, നമുക്ക് അപ്ലൈ ചെയ്യാം. നല്ല ഫൗണ്ടേഷൻ നല്ല ഡ്രൈ ആയതിന് ശേഷമാണ് ഇടാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതായത് ഏത് ലിപ്സ്റ്റിക് ഷെയ്ഡ്, ഇപ്പോൾ ലൈറ്റ് പിങ്കൊക്കെ ഇടുന്ന ആളുകളുണ്ടാവും നാച്ചുറൽ ലിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് ഭയങ്കര പിഗ്മെൻറ്റേഷൻ ആയിട്ടുള്ള ലിപ്പിലാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു ഡാർക്ക് കുറച്ചിങ്ങനെ പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കാണിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഷെയ്ഡല്ല, നമ്മളിട്ട ഷെയ്ഡ് ഒരു ഭംഗിയില്ല വിചാരിച്ച് നമ്മളത് തൂത്ത് കളയും. ബട്ട് നമ്മൾ നല്ല ഒരു ലിപ്പാക്കിയതിന് ശേഷം, അതായത് ഈ പിഗ്മെൻറ്റേഷൻ ഹൈഡാക്കുക, ഒരു കൺസീലർ എന്തെങ്കിലും ഇട്ടതിന് ശേഷമാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ലിപ്സ്റ്റിക്കിൻ്റെ സെയിം ഷെയ്ഡ് നമുക്ക് നമ്മളെ ലിപ്പിൽ കിട്ടും. അതായത് മറ്റുള്ളവരിലെ ലിപ്പ് കണ്ട് ലിപ്സ്റ്റിക്ക് വാങ്ങുന്നവർക്ക് ഇങ്ങനെ ചെയ്താൽ ആ ലിപ്സ്റ്റിക് ഷെയ്ഡിൽ തന്നെ നമ്മുടെ ഫേസിൽ നമുക്ക് എഫക്റ്റായി നിൽക്കും. അതാണ് പറയാനുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഓരോരുത്തരുടെ സ്കിൻ ടോണിനനുസരിച്ചാണ്. ഇപ്പോൾ കുറച്ച് സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം മിക്ക കളറുകളും കുഴപ്പമുണ്ടാവില്ല, മാച്ച്ഡ് ആയിരിക്കും. ബട്ട് ഈ കുറച്ച് സ്കിൻ ബ്രൈറ്റായ ആളുകളെ ലിപ്സ്റ്റിക്കിൻ്റെ കളറ് കണ്ടുകൊണ്ട് കുറച്ച്, അതായത് സ്കിൻ കുറച്ച് ഡാർക്കോ അല്ലെങ്കിൽ ഒരു മീഡിയം കളറൊക്കെ ഉള്ള ആളുകൾ ആ ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം അവർക്കത് മാച്ചായിട്ട് തോന്നില്ല. കാരണം സ്കിൻ ടോണും ലിപ്സ്റ്റിക്കും തമ്മിൽ മാച്ചായിട്ട് തോന്നില്ല. അതുകൊണ്ട് അതും ശ്രദ്ധിച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. മെയിനായിട്ട് നമ്മൾ മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് ഇടാതെ പുറത്ത് പോകുന്ന ആളുകൾ അപൂർവമായിരിക്കും. അപ്പോൾ ഈ ട്രിക്ക് പിന്നെ ഈ ഒരു ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത ട്രിക്കുമായിട്ട് വീണ്ടും കാണാം. ബൈ. ഓക്കെ.